ഹലോ ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വിൻസെൻഷ്യോ എന്ന് പറയുന്ന സീരീസിൻ്റെ ഒരു റീക്യാപ്പ് കണക്കാണ്. അപ്പോൾ സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ നായകൻ ഇറ്റലിയിൽ വെച്ച് കാണിക്കുന്ന ഒരു സെറ്റപ്പാണ്. പുള്ളിക്കാരൻ അവിടുത്തെ കസിനോ ഫാമിലിയുടെ ഒരു കോൺസിജില്ലർ ആയിട്ടാണ് ഇതിൽ കാണിക്കുന്നത്. അതായത് മാഫിയ തലവൻ്റെ കീഴിലുള്ള ആൾ, അഡ്വൈസർ ആയിട്ടുള്ള ഒരാളാണ് നമ്മുടെ നായകൻ വിൻസെൻഷ്യോ ഇതിൽ കാണിക്കുന്നത്. അതിനുശേഷം കാണിക്കുന്നത് ഈ പുള്ളി നേരെ ഡ്രസ്സൊക്കെ ഇട്ട് നേരെ വില്ലൻ്റെ അടുത്തോട്ട് പോകുന്നതാണ്. പുള്ളിക്കാരനായിട്ട് ഒരു നെഗോസിയേഷൻ നടത്തുന്നു. പക്ഷേ അത് എല്ലാ സീരീസിലെയും പോലെ തന്നെ അത് നടക്കുന്നില്ല. വില്ലൻ അതിനെ പുച്ഛിച്ചു വിടുന്നു നായകനെ. അപ്പോൾ നായകൻ പതുക്കെ നായകൻ്റെ സിഗ്നേച്ചർ മൂവാണ് ഈ ലൈറ്റർ എപ്പോഴും ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് നടക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ തിരിച്ച് നടന്നു പോകുന്ന വഴിക്ക് തന്നെ പുള്ളിക്കാരൻ്റെ എല്ലാം വീടും പുരയുടെ എല്ലാം നമ്മുടെ നായകൻ കത്തിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് നമ്മുടെ ഫസ്റ്റ് നായകൻ്റെ ഇൻട്രോയും കാര്യങ്ങളും വരുന്നത്. അതിനുശേഷം നേരെ നായകൻ്റെ ബോസിൻ്റെ അടുത്ത് ചെല്ലുകയാണ്. ബോസ് അപ്പോഴത്തേനും മരിച്ചിട്ടുണ്ടോ, അപ്പോൾ അതിൻ്റെ പ്രതികാരം എന്ന കണക്കാണ് മറ്റേ പുള്ളിയായിട്ട് അടിയുണ്ടാക്കി പോയിട്ടുണ്ടായിരുന്നത്. ബോസിൻ്റെ മകനെയാണ്. ബോസിൻ്റെ മകനും നമ്മുടെ വിൻസെൻഷ്യോയും തമ്മിൽ അത്ര നല്ല രസത്തിലല്ല. അവർ തമ്മിൽ ചെറിയ വാക്ക് തർക്കമൊക്കെ ഉണ്ടാകുന്നുണ്ട്. പുള്ളിക്കാരൻ നമ്മുടെ വിൻസെൻഷ്യോ എപ്പോഴും കുട്ടികൾക്കും അതേപോലെ തന്നെ സ്ത്രീകൾക്കും പരിഗണന നൽകുന്ന ഒരു വില്ലനാണ്, ഒരു നായകനാണ്. അപ്പോൾ അങ്ങനത്തെ ഉള്ള ഒരു മാഫിയയിലുള്ള ഒരു പുള്ളിയാണ്. പക്ഷേ നമ്മുടെ ബോസിൻ്റെ മകൻ അങ്ങനെയല്ല, എല്ലാവരെയും ആക്രമിക്കുന്ന ആളാണ്. അപ്പോൾ അവർ തമ്മിൽ ചെറിയൊരു സ്വരച്ചേർച്ച ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കെ അന്ന് രാത്രി തന്നെ നമ്മുടെ നായകനെ തട്ടാനായിട്ട് ബോസിൻ്റെ മകൻ ആളെ അയക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ നായകൻ എല്ലാവരെയും കൊല്ലുന്ന സീനാണ് കാണിക്കുന്നത്. ഇതെല്ലാം നടക്കുന്ന ഇറ്റലിയിലാണ്. അപ്പോൾ അതിന് പ്രതികാരമായിട്ട് നമ്മുടെ നായകൻ നേരെ ബോസിൻ്റെ മകൻ്റെ കാർ കത്തിക്കുന്നത് കാണിക്കുന്നുണ്ട്. എന്നിട്ട് ഒരു വാർണിംഗ് കൊടുക്കുന്നുണ്ട്. ഇനി എൻ്റെ പുറകെ വന്നാൽ നിന്റെ പുറകെ വരാൻ ആരും കാണില്ല എന്നൊരു വാക്കും കൊടുത്തിട്ട് പുള്ളിക്കാരൻ നമ്മുടെ ഇറ്റലിയിൽ നിന്ന് നേരെ ഫ്ലൈറ്റ് കയറി കൊറിയയിലേക്ക് പോവുകയാണ്. പിന്നെ അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ നായികയാണ്. നായികയുടെ ഇൻട്രൊഡക്ഷനും കാര്യങ്ങളും. നായിക എന്ന് പറയുന്നത് നമ്മുടെ ഒരു കോർട്ടിലെ വക്കീലായിട്ടാണ് കാണിക്കുന്നത്. ഒരു ലോയറാണ് പുള്ളിക്കാരി. അപ്പോഴത്തേനും പുള്ളിക്കാരിക്ക് പക്ഷേ വലിയ മോറലും കാര്യങ്ങളൊന്നുമില്ല. പുള്ളിക്കാരി ആരെ വേണമെങ്കിലും ഇങ്ങനെ ഡിഫെൻഡ് ചെയ്യും. ഒരു വലിയൊരു കമ്പനിക്ക് വേണ്ടി അവർ വാദിക്കുകയും അത് ജയിക്കുകയാണ് കാണിക്കുന്നത്. നമ്മുടെ എതിർപക്ഷത്ത് ഇരിക്കുന്ന ആളെന്ന് പറയുന്ന ഈ പുള്ളി എന്ന് പറയുന്നതാണെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി പാടുപെട്ട് നടക്കുന്ന ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറാണ് പുള്ളിക്കാരൻ. പക്ഷേ പുള്ളിക്കാരനെ ഫുള്ളി നമ്മുടെ നായിക തോൽപ്പിക്കുന്ന സീനാണ് ആദ്യം കാണിക്കുന്നത്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ നായകൻ കൊറിയയിൽ ലാൻഡ് ചെയ്യുന്നതാണ്. കൊറിയയിൽ എത്തിയ ഉടനെ തന്നെ നമ്മുടെ നാഷണൽ സെക്യൂരിറ്റി ഇൻ്റലിജൻസ് അവർക്ക് വിവരം പോകുന്നുണ്ട്. അപ്പോൾ ഈ വിൻസെൻഷ്യോ കസിനോ എന്ന് പറയുന്ന പുള്ളിക്കാരൻ്റെ പുറകിൽ നടക്കുന്നതാണ് ഇയാൾ എപ്പോഴും പുള്ളിക്കാരൻ്റെ മൂവ്മെൻറ്റ് വാച്ച് ചെയ്തുകൊണ്ട് നടക്കുമായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ്റെ സീനിയറിനെ റിപ്പോർട്ട് ചെയ്യുന്ന പുള്ളിക്കാരന് വാച്ച് ചെയ്യാനുള്ള പെർമിഷൻ വേണം. അതേപോലെ തന്നെ വിൻസെൻഷ്യോ വന്നത് വേറെ എന്തോ വലിയ ഇതിനാണ്, ഈ കൊറിയ നശിപ്പിക്കാനായിട്ടാണ് വന്നത് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നതാണ് പിന്നെ കാണിക്കുന്നത്. അതിനുശേഷം നമ്മുടെ നായികയുടെ ബോസിനെ കാണിക്കുന്നുണ്ട്. നായികയുടെ ബോസും നായികയും തമ്മിലുള്ള ചെറിയ സംഭാഷണം കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ സമയത്താണ് നായികയുടെ അച്ഛനായിരുന്നു ആ പബ്ലിക് പ്രോസിക്യൂട്ടർ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ നായകൻ കാറിൽ കയറുന്നതും കാറിലുണ്ടായിരുന്ന ഒരു കുപ്പി വെള്ളം കുടിക്കുകയും പുള്ളിക്കാരൻ അങ്ങനെ ബോധം കെട്ട് വീഴുകയും രണ്ട് കള്ളന്മാരെ നമ്മുടെ നായകൻ്റെ ഫുൾ പൈസയും കാര്യങ്ങളെല്ലാം കട്ടുകൊണ്ട് പോകുന്ന സീനാണ് പിന്നെ കാണിക്കുന്നത്. നായകൻ അവിടെ ഒന്നും ചെയ്യാൻ പറ്റാണ്ട് അവർ തല്ലി ബോധം കെടുത്തി കിടത്തുന്നതാണ് കാണിക്കുന്നത്. അതിനുശേഷം നായകൻ ബോധമൊക്കെ വന്നതിന് ശേഷം തിരിച്ച് നായകൻ പോകേണ്ട സ്ഥലത്ത് കൊറിയയിൽ നായകൻ എന്തിനാണ് വിൻസെൻഷ്യോ ഇവിടെ വന്നത് എന്നാണ് പിന്നെ കാണിക്കുന്നത്. പുള്ളിക്കാരൻ പോകുന്നത് ഒരു ഗുമുങ്കാക് പ്ലാസ എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ടാണ്. അതിനുശേഷം പുള്ളിക്കാരൻ്റെ ലക്ഷ്യം, പുള്ളിക്കാരൻ എന്തുകൊണ്ട് ഇങ്ങോട്ട് വന്നു എന്ന് കാണിക്കുന്നുണ്ട്. 5 വർഷം മുമ്പേ പുള്ളിക്കാരൻ ഒരു ലോക്കർ പണിതിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരൻ്റെ ബോസിന് വേണ്ടി. അപ്പോൾ ഈ ബോസ് ഇവിടുത്തെ ഒരു കൊറിയയിലെ ഒരു ബോസിന് വേണ്ടിയായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ എങ്ങനെ നിർമ്മിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോസിൻ്റെ കണ്ണ് വേണം, എങ്കിൽ മാത്രമേ അവർക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഈ ബോസ് ഇപ്പം മരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മരിക്കുന്നതിന് മുന്നേ ആയിട്ട് കുറേ ഗോൾഡും കാര്യങ്ങളും 1 ട്രില്യൺ ഗോൾഡ് വാല്യുവേഷൻ വരുന്ന ഗോൾഡും കാര്യങ്ങളും ഒരു ലോക്കറിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ലോക്കർ എന്ന് പറയുന്നത് നമ്മുടെ ഈ പ്ലാസ ഇരിക്കുന്നതിൻ്റെ അടിത്തട്ടിലായിട്ടാണ് ആ ഒരു ലോക്കർ വരുന്നുള്ളത്. അപ്പോൾ ആ ഗോൾഡ് എടുക്കാൻ വേണ്ടിയാണ് നമ്മുടെ നായകൻ വരുന്നത് എന്നാണ് കാണിക്കുന്നത്. നായകൻ്റെ കൂടെയുള്ള ഈ മിസ്റ്റർ ചോ എന്ന് പറയുന്ന പുള്ളിക്കാരൻ തമ്മിൽ ചേർന്നാണ് ആ ഒരു ലോക്കർ ഉണ്ടാക്കിയതും. ആ ഒരു ലോക്കർ തുറന്ന് ഗോൾഡ് എടുക്കാൻ വേണ്ടിയാണ് നമ്മുടെ നായകൻ തിരിച്ച് കൊറിയയിലോട്ട് വരുന്നത്. പിന്നെ അതിനുശേഷം കാണിക്കുന്നത് ആ പ്ലാസയിൽ താമസിക്കുന്ന ആൾക്കാരുടെ ആരൊക്കെയാണെന്നൊക്കെയാണ് കാണിക്കുന്നത്. അവരുടെ ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അവിടെ നമ്മുടെ പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ട് വർക്ക് ചെയ്ത പുള്ളിക്കാരൻ്റെ ഓഫീസും ആ പ്ലാസയിൽ തന്നെയാണ്. അതിനുശേഷം കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തമ്മിൽ എല്ലാവരും ഇൻട്രൊഡക്ഷനും കാര്യങ്ങളാണ്. എല്ലാവരും വിൻസെൻറ്റ് ഇങ്ങനെ സംശയത്തോടെ ഇങ്ങനെ നോക്കിയിരിക്കുന്നതൊക്കെയാണ് കാണിക്കുന്നത്. അതിനുശേഷം നമ്മുടെ പുള്ളിക്കാരൻ അവിടെ തന്നെ ആ പ്ലാസയിൽ തന്നെ ഒരു റൂമിൽ എല്ലാം സെറ്റപ്പ് ആയ പുള്ളിക്കാരൻ അവിടെ കിടക്കുന്നു. അതിനുശേഷം കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ത്രീ അവരുടെ ഒരു കോടതിയിൽ ഉണ്ടാകുന്ന ഒരു സംഭവവും കാര്യങ്ങളൊക്കെയാണ്
കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ അബ്യൂസ് ചെയ്തു എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടാണ് കേസ് നടക്കുന്നത്. ഈ പുള്ളിക്കാരി അവിടെ വേലക്കാരിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നായിരുന്നു. അപ്പോൾ അങ്ങനെ പുള്ളിക്കാരിയെ ഇങ്ങനെ പിടിച്ചു പുള്ളിക്കാരിയുടെ കേസും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അതിനുശേഷം പുള്ളിക്കാരിയെ ജയിലിലാക്കുന്നതും പുള്ളിക്കാരിയുടെ വക്കീലെന്ന് പറയുന്നത് നമ്മുടെ നായികയുടെ അച്ഛനായിട്ട് വരുന്ന പുള്ളിക്കാരനൊക്കെയാണ്. അങ്ങനെയാണ് പോകുന്നത്. അതിനുശേഷം നായകനും നായികയുടെ അച്ഛനും തമ്മിലുള്ള ചെറിയൊരു സംസാരവും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. നിങ്ങളെ എനിക്ക് വിശ്വാസമല്ല എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. അതിനുശേഷമാണ് നമ്മുടെ ഒരു വില്ലൻ വരുന്നത്. വില്ലൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വില്ലനല്ല, ഒരു കുറച്ച് ഗ്യാങ് ഗുണ്ടകളും കാര്യങ്ങളും വരുന്നുണ്ട്. ഇവർ വരുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ബേബൽ ഗ്രൂപ്പ് എന്ന് പറയുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് വരുന്നത്. ഈ സൈറ്റ്, അതായത് ഈ പ്ലാസ അവർക്ക് വേണം എന്നുള്ള രീതിയിൽ ഒരു വാക്ക് തർക്കത്തിലാണ് വരുന്നത്. അപ്പോൾ എല്ലാവരും ഒപ്പിട്ട് നൽകിയാലേ ഇവർക്ക് ഇതെടുക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ള രീതിയിൽ സംസാരവും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട്. അപ്പോഴത്തേനാണ് നമ്മുടെ നായിക അതിൽ കയറി ഇടപെടുകയും നായികയായിട്ട് അടി ഉണ്ടാകുന്ന സമയത്താണ് നമ്മുടെ നായകന്റെ എൻട്രി. പുള്ളിക്കാരനും നായികയായിട്ട് ആദ്യമായിട്ട് കാണുന്നത് ഈ ഒരു സമയത്താണ്. ഇതിന് ശേഷം നായകൻ എല്ലാവരെയും ഇടിച്ച് സൂപ്പാകുന്നു. എന്നിട്ട് പറയുന്നു, ഇതെന്റെ സ്ഥലമാണ്, ദിസ് ബിൽഡിംഗ് ബിലോങ്സ് ടു മീ, ഇതെന്റെ ബിൽഡിംഗ് ആണ് എന്ന് ഇറ്റാലിയൻ ഭാഷയിൽ പറയുകയാണ്. അവിടെ വെച്ച് നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡ് കഴിയുകയാണ്. അപ്പോൾ ഫസ്റ്റ് എപ്പിസോഡിൽ ഫുള്ള് മിസ്റ്ററിയും കാര്യങ്ങളായിട്ടാണ് ഫുള്ള് പോകുന്നത്. ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ നായകന്റെ ഇൻട്രോയും അവരുടെ ആ ഒരു സെർച്ച് എല്ലാം കാണിക്കുന്നുണ്ട്. നായകൻ ഇതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട് ആൾക്കാരുടെ, പുള്ളിക്കാരൻ വന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഡിമോളിഷൻ ചെയ്തിട്ട് ഈ സ്ഥലം ഒന്നുകൂടെ റീബിൽഡ് ചെയ്യാൻ വേണ്ടിയാണ്. കാരണം ഈ ലോക്കർ തുറക്കണമെങ്കിൽ നമ്മുടെ പഴയ ബോസിന്റെ കണ്ണ് വേണം. പക്ഷെ അതാണ് ഇതിന്റെ ഓൺലി വേ ടു ഇത് തുറക്കാനായിട്ട് ഈ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അല്ലാതെ ആരെങ്കിലും ബലം പ്രയോഗിച്ച് തുറക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഈ ബിൽഡിംഗ് ഫുള്ളി ഇടിഞ്ഞു വീഴും. അങ്ങനത്തെ ഉള്ള രീതിയിലെ സെറ്റപ്പാണ് ഇത് ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് ഫുള്ളി ഡിമോളിഷൻ ചെയ്തിട്ടേ പുള്ളിക്കാരനെ തുറക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് എപ്പിസോഡിൻ്റെ റീക്യാപ്പ്.